ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫ്രേസ് ആണ് ഓൺ ദ ഹോൾ. ഓൺ ദ ഹോൾ എന്നതിൻ്റെ മീനിങ് ഓവറോൾ, ഓൾ ടുഗദർ, അതല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മൊത്തത്തിൽ, മുഴുവനായും, എല്ലാ കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ എന്നൊക്കെ പറയാം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഓൺ ദ ഹോൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് മൂവി ടു വാച്ച്. ഇവിടെ ഓൺ ദ ഹോൾ എന്ന ഒരു ഫ്രേസ് ഉപയോഗിച്ചിരിക്കുന്നു. മൊത്തത്തിൽ നോക്കിയാൽ ആ ഒരു മൂവി കാണാൻ പറ്റിയ ഒരു മൂവിയാണ് എന്നാണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ്. സാധാരണ നമ്മളൊരു മൂവിയൊക്കെ കണ്ടു കഴിയുമ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും എങ്ങനെയുണ്ട് ആ മൂവി എന്ന്. അപ്പോൾ നമുക്ക് പറയാം മൊത്തത്തിൽ അത് നല്ല ഒരു മൂവിയാണ്, കാരണം വെൽ ഡയറക്റ്റഡ് മൂവിയാണ്, വെൽ പിക്ചറൈസ്ഡ് മൂവിയാണ് എന്നൊക്കെ പറയില്ലേ. നല്ല മ്യൂസിക്കാണ്, പക്ഷേ ചെറിയ ചെറിയ ചില കാര്യങ്ങളുണ്ട്, നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ, പക്ഷേ എന്നാലും മൊത്തത്തിൽ അതൊരു നല്ലൊരു മൂവിയാണ് എന്ന് പറയുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ പറയാം, ഓൺ ദ ഹോൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് മൂവി ടു വാച്ച്. വേറൊരു സെൻറ്റൻസ്, ഓൺ ദ ഹോൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ട്രിപ്പ്. മൊത്തത്തിൽ നോക്കിയാൽ അത് ഒരു നല്ല ട്രിപ്പായിരുന്നു. ചിലപ്പോൾ ആ യാത്ര വളരെയധികം നല്ലതായിരുന്നായിരിക്കാം, പിന്നെ ഫുഡ് നന്നായിരിക്കാം, ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടാകാം, എങ്കിലും ഓൾ ടുഗദർ ഓവറോൾ അത് നല്ലതായിരുന്നു എന്ന് പറയാനാണ് ഓൺ ദ ഹോൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ട്രിപ്പ് എന്ന് പറയുന്നത്. ഓൺ ദ ഹോൾ ദ ന്യൂ റെസ്റ്റോറൻറ്റ് വാസ് ഗുഡ്. മൊത്തത്തിൽ നോക്കിയാൽ ആ പുതിയ റെസ്റ്റോറൻറ്റ് നല്ലതാണ്. ഒരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവിടുത്തെ ഫുഡും അവിടുത്തെ ആംബിയൻസ്, സർവീസ് ഒക്കെ നന്നായിട്ട് തോന്നും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചിലപ്പോൾ മോശമായിരിക്കാം, എങ്കിലും മൊത്തത്തിൽ അവിടുത്തെ ആ റെസ്റ്റോറൻറ്റ് നല്ലതാണ്. ഓൺ ദ ഹോൾ ദ ന്യൂ റെസ്റ്റോറൻറ്റ് വാസ് ഗുഡ്. അപ്പോൾ ഓൺ ദ ഹോൾ എങ്ങനെ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കും, എന്താണ് അതിൻ്റെ മീനിങ് എന്ന് മനസ്സിലായല്ലോ.